ഓക്കെ, അപ്പം ഇൻഷാല്ല നമ്മൾ ഇന്ന് വളരെ മനോഹരമായ ഒരു മെഡിറ്റേഷൻ ആണല്ലേ ചെയ്തിരിക്കുന്നത്. നമുക്ക് നന്ദിയുടെ, കൃതജ്ഞതയുടെ, ഗ്രാറ്റിറ്റ്യൂഡിൻ്റെ ഒരു മെഡിറ്റേഷനാണ് നമ്മൾ ഇന്ന് ചെയ്തിരിക്കുന്നത്. നമുക്കറിയാൻ വേണ്ടി പറ്റും നമ്മുടെ ലൈഫിൽ ഏറ്റവും കൂടുതൽ അനിവാര്യമായി വരുന്നുള്ളത്, നമ്മുടെ ലൈഫിൽ ഏറ്റവും കൂടുതൽ ആവശ്യമായി വരുന്നുള്ളത് എന്ന് പറയുന്നത് നന്ദി പറയുക എന്നുള്ളതാണല്ലേ. ആ ഒരു നന്ദി പറച്ചിലാണ് നമ്മുടെ ജീവിതത്തെ സക്സസ്സിലേക്ക് എത്തിപ്പിക്കുക എന്നുള്ളത്. നമ്മുടെ ജീവിതം സക്സസ് അല്ല, നമ്മുടെ ജീവിതം പരാജയത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ അതിൻ്റെ ഏറ്റവും അടിസ്ഥാന കാരണം എന്ന് പറയുന്നത് നമ്മൾ നന്ദി ഇല്ലാത്തവരായി പോകുന്നു എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ ഏറ്റവും കൂടുതൽ നമ്മുടെ ലൈഫിലേക്ക് നമുക്ക് ആവശ്യമുള്ളതും നമ്മുടെ ലൈഫിൽ ഏറ്റവും കൂടുതൽ കൂട്ടിച്ചേർക്കേണ്ടതുമായ ഒരു സംഭവമാണ് ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ആ ഒരു സംഭവത്തെക്കുറിച്ച് കൂടുതൽ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. ഓരോ ദിവസവും നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ എഴുതുന്നവരാണ് അല്ലേ. ആ ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ നമ്മൾ ഓരോ ദിവസവും എഴുതുമ്പോഴും നിങ്ങൾക്ക് പുതിയ പുതിയ മാറ്റങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾക്ക് അനുഭവിക്കാനോ ഫീൽ ചെയ്യാനോ വേണ്ടി പറ്റുന്നുണ്ടോ എന്നുള്ളത് നിങ്ങളൊന്ന് ഒബ്സർവ് ചെയ്ത് നോക്കാം. ഗ്രാറ്റിറ്റ്യൂഡിൻ്റെ ഒരവസ്ഥയിലൂടെ പോകുമ്പോൾ, ഗ്രാറ്റിറ്റ്യൂഡിൻ്റെ ഒരു യാത്രയിലൂടെ പോകുമ്പോൾ നമുക്ക് ദൈനംദിന ജീവിതത്തിൽ നമ്മൾ അറിയാത്ത രീതിയിൽ നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ നമുക്ക് ഉണ്ടായിരിക്കും. ചിലപ്പോഴെങ്കിലും ആ മാറ്റങ്ങൾ നമുക്ക് മനസ്സിലായിക്കൊള്ളണമെന്നില്ല, നമുക്ക് തിരിച്ചറിയണമെന്നില്ല. നമ്മൾ അറിയാതെ തന്നെ ചിലപ്പോഴെങ്കിലും ഏതെങ്കിലും അപകടത്തിൽ നിന്നോ ഏതെങ്കിലും രോഗങ്ങളിൽ നിന്നോ ഉള്ള നമ്മുടെ ഒരു രക്ഷപ്പെടൽ എന്നുള്ളത് നമ്മുടെ ഈ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് കൊണ്ടായിരിക്കാം. അപ്പം അതുകൊണ്ട് നമുക്ക് ഏവർക്കും വളരെ മുറുകെ പിടിക്കാൻ വേണ്ടി പറ്റിയ ഏറ്റവും നല്ല ടൂളാണ് ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന ഈ ഒരു ടൂൾ എന്ന് പറയുന്നത്. നമ്മുടെ കയ്യിൽ ഏതൊരു സമയത്തും നമ്മളെ ഒന്ന് അഴിച്ചു പണിയാൻ വേണ്ടിയിട്ട്, നമ്മളെ ഒന്ന് റെഡിയാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ടൂൾസ് നമ്മളിലുണ്ടെങ്കിൽ നമുക്ക് അത്രമാത്രം എളുപ്പമായിരിക്കും അല്ലേ. ഞാൻ ഇതിനു മുമ്പ് ഏതോ ഒരു ക്ലാസ്സിൽ അത് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് തോന്നുന്നത്. നമ്മുടെ കിച്ചണിൽ നമ്മൾ എന്തെങ്കിലും ഒരു ടൂൾസ് ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മുടെ കിച്ചൺ വർക്ക് സ്മൂത്തായി പോകും എന്നുള്ളത്. അതേപോലെ നമ്മൾ നമ്മുടെ വീടുകളിലേക്ക് ആവശ്യമുള്ള പല ടൂൾസുകളും നമ്മളിവിടെ സ്റ്റോക്ക് ചെയ്ത് വെക്കാറുണ്ട്, കുഞ്ഞു കുഞ്ഞു ടൂൾസുകളൊക്കെ. എന്തെങ്കിലും ചെറിയ ചെറിയ റിപ്പയർ ആവശ്യങ്ങൾക്ക് വരുമ്പോഴൊക്കെ നമ്മൾ മെക്കാനിക്കിനെ വിളിക്കുകയല്ല ചെയ്യുന്നത്, അത്തരം ടൂൾസുകൾ ഉപയോഗിച്ച് നമ്മൾ സ്വയം റിപ്പയർ ചെയ്യുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ആ ഒരു സ്വയം റിപ്പയർ സിസ്റ്റമിലേക്ക് നമ്മൾ മാറിയാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. നമുക്ക് നമ്മുടെ ആ ഒരു പിന്നെ ദൈനംദിന ജീവിതത്തിൽ വരുന്ന കുഞ്ഞു കുഞ്ഞു മിസ്റ്റേക്കുകൾ നമുക്ക് ആ പ്രോബ്ലംസിനെ നമുക്ക് റെഡിയാക്കാൻ വേണ്ടി പറ്റുള്ളൂ. എല്ലാത്തിനും ജസ്റ്റ് ഒരു സ്ക്രൂ അയക്കേണ്ട വിഷയങ്ങൾക്ക് പോലും വീട്ടിലൊരു സ്ക്രൂ ഡ്രൈവർ ഇല്ല എങ്കിൽ നമ്മൾ ആരെ വിളിക്കേണ്ടി വരും? അതുമായി ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്നവരെ വിളിക്കേണ്ടി വരും. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ സാമ്പത്തിക നഷ്ടമാണ് ഉണ്ടാകാൻ പോകുന്നത്. കാരണം തൊട്ടതിനും പിടിച്ചതിനൊക്കെ നമ്മൾ ഒരാളെ ഡിപ്പെൻഡ് ചെയ്യുക എന്നുള്ളത്. അപ്പം അതുകൊണ്ട് തന്നെ ആ ഒരു ഡിപ്പെൻഡിലേക്ക് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, കുഞ്ഞു കുഞ്ഞു ടൂൾസുകളൊക്കെ നമ്മുടെ വീടുകളിൽ തന്നെ നമ്മൾ അത്യാവശ്യമായി സൂക്ഷിച്ചു വെക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പം അതേപോലെ തന്നെ നമുക്ക് അത്രമാത്രം അനിവാര്യമായ, അത്രമാത്രം അത്യാവശ്യമായ, അത്രയും മാത്രം പിന്നെ നമ്മുടെ ലൈഫിലേക്ക് അപ്ലൈ ചെയ്തിരിക്കേണ്ട ഒരു ടൂളാണ് ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന ഒരു ടൂൾ. അതുകൊണ്ടാണ് നിങ്ങളോട് എല്ലാ ദിവസവും ആ ഗ്രാറ്റിറ്റ്യൂഡിനെ എഴുതണം എന്നും ആ ഗ്രാറ്റിറ്റ്യൂഡ് ജേണലിൽ നിങ്ങൾ മുറുകെ പിടിക്കണം എന്നും പറയുന്നത്. നമ്മുടെ ക്ലാസ് ഇല്ലാത്ത സമയത്ത് പോലും, ക്ലാസ് ഏതെങ്കിലും കാരണവശാൽ ബ്രേക്ക് ആയാലോ ഇനി നമ്മുടെ ക്ലാസ് മുഴുവനായിട്ടും സ്റ്റോപ്പ് ആയാൽ പോലും നിങ്ങൾ നിങ്ങളുടെ ആ ഒരു ടൂൾസിലെ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ മുറുകെ പിടിക്കുക എന്നുള്ളതാണ്. ഗ്രാറ്റിറ്റ്യൂഡ് മാത്രമല്ല, ഒരുപാട് ടൂൾസുകളുണ്ട്. എന്നാൽ ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിൽ നമ്മുടെ കിച്ചണിൽ പോലും യൂസ് ചെയ്യുന്ന ഒരു കുഞ്ഞ് സ്പാനറോ അതല്ലെങ്കിൽ ഒരു കുഞ്ഞ് കത്തിയോ അതിലേക്ക് വേണമെങ്കിൽ നമുക്ക് ഉപമിക്കാം എന്നേ ഉള്ളൂ. കാരണം അത്രയും അത്യാവശ്യമായ ഒരു ടൂൾസ് നമ്മുടെ വീട്ടിലില്ല എങ്കിൽ, ഒരു കുഞ്ഞ് സ്പാനർ നമ്മുടെ കിച്ചണിൽ ഇല്ല എങ്കിൽ, ജസ്റ്റ് നമ്മുടെ ഒരു പാത്രത്തിൻ്റെ ഹാൻഡിൽ അങ്ങോട്ട് ലൂസ് ആവുമ്പോൾ നമുക്കതിനെ ടൈറ്റ് ചെയ്യാൻ വളരെ പ്രയാസമായിരിക്കും എന്നുള്ളതാണ്. അതേപോലെ തന്നെയാണ് നമ്മുടെ ജീവിതവും. നമ്മുടെ ജീവിതം എവിടെയെങ്കിലും ഒന്ന് ലൂസാവുകയാണെങ്കിൽ, എവിടെയും ഒന്ന് കണക്ഷൻ വിട്ടു പോവുകയാണെങ്കിൽ, എവിടെ നിന്നെങ്കിലും ഒന്ന് കൈവിട്ടു പോകുന്ന ഒരവസ്ഥ വരികയാണെങ്കിൽ, എവിടെ നിന്നെങ്കിലും നമ്മുടെ ഏകന്തിലും ഈഗോ ലെവൽ പ്രവർത്തിച്ചു കൊണ്ട് നമ്മുടെ ജീവിതം കൈമോശം വന്ന് പോവുകയാണെങ്കിൽ, അത്തരം സാഹചര്യങ്ങളിലൊക്കെ നമുക്ക് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട്, നമ്മളെ ഒന്ന് ടൈറ്റൻ ചെയ്യാൻ വേണ്ടിയിട്ട്, നമ്മളെ ഒന്ന് റെഡിയാക്കാൻ വേണ്ടിയിട്ടുള്ള നമ്മുടെ ടൂളാണ് ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന ആ ഒരു ടൂൾ. അതുകൊണ്ട് തന്നെ ഇവിടെ ഗ്രാറ്റിറ്റ്യൂഡ് എഴുതാത്ത എവിടെയോ, അതല്ലെങ്കിൽ എൻ്റെ റെക്കോർഡ് കേൾക്കുന്ന കൂട്ടത്തിലോ
ആരും ഗ്രാറ്റിറ്റ്യൂഡ് എഴുതാൻ ഇതുവരെ തുടങ്ങാത്തവരുണ്ടെങ്കിൽ, എന്നാൽ തുടങ്ങിയിട്ട് കുറച്ച് ദിവസം എഴുതും, കുറച്ച് ദിവസം ബ്രേക്ക് ആവുന്നു എന്നുള്ളവരുണ്ടെങ്കിൽ, നിങ്ങളോടായിട്ടാണ് പറയുന്നുള്ളത്. നമുക്ക് ഏത് സമയത്താണ് പണി കിട്ടുക എന്നറിയില്ല. നമുക്ക് ഏത് സമയത്താണ് നമ്മളുടെ പിന്നെ ആ ഒരു നമ്മുടെ കിച്ചണിൽ വെച്ചിട്ടിരിക്കുന്ന ആ ഒരു ടൂൾ ഏത് സമയത്താണ് ഉപയോഗിക്കേണ്ടി വരിക എന്ന് നമുക്ക് മുൻകൂട്ടി അറിയാൻ പറ്റാത്തതുപോലെ ഏത് സെക്കൻഡിലാണ് നമുക്ക് പണി കിട്ടുക എന്നുള്ളത് നമുക്കറിയില്ല. അങ്ങനെ ആയതുകൊണ്ട് തന്നെ ഏത് സെക്കൻഡിൽ പണി കിട്ടിയാലും നമുക്കിവിടെ റിക്കവർ ചെയ്യണമെങ്കിൽ, നമുക്കിവിടെ റെഡിയാക്കണമെങ്കിൽ, നമുക്കത് നോർമൽ അവസ്ഥയിലേക്ക് പോകണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? തീർച്ചയായിട്ടും നമുക്ക് അവിടെ ആ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന ആ ഒരു ടൂൾസിനെ നമ്മൾ മുറുകെ പിടിച്ച് കൊണ്ടുവരേണ്ടി വരും എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് ഇൻഷാ അള്ളാ നമ്മൾ ഏവരും എന്തുകൊണ്ട് ഗ്രാറ്റിറ്റ്യൂഡ് എഴുതണം, എന്താണ് ഗ്രാറ്റിറ്റ്യൂഡിന്റെ പ്രാധാന്യം എന്നുള്ളത് പൂർണ്ണമായും മനസ്സിലാക്കുകയും അതിനെ നമ്മുടെ ലൈഫിലേക്ക് മുറുകെ പിടിക്കുകയും വിട്ടുപോയവർ അതിനെ വീണ്ടും തുടരുകയും ചെയ്യണമെന്ന് ഞാൻ നിങ്ങളോട് വീണ്ടും ഓർപ്പിക്കുകയാണ്. ഇൻഷാ അള്ളാ എല്ലാവരും ഇവിടെ ഗ്രാറ്റിറ്റ്യൂഡ് എഴുതുന്നവരൊക്കെ ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യോ? ഗ്രാറ്റിറ്റ്യൂഡ് ചാനൽ സ്ഥിരമായിട്ട് എഴുതുന്നത് ആരൊക്കെയുണ്ട്? ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യൂ. ഓക്കെ, ഇനി ഇന്ന് മുതൽ മുടങ്ങാതെ ഗ്രാറ്റിറ്റ്യൂഡ് ചാനൽ എഴുതും എന്ന് വിശ്വാസമുള്ളവരൊക്കെ ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യൂ. യെസ്, പറയും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ ചാറ്റിലല്ല ഹാൻഡ് റൈസ് ചെയ്യേണ്ടത്, അല്ലാതെ നമ്മളുടെ പിന്നെ ഹാൻഡ് റൈസ് ചെയ്യുന്ന ഒരു ഓപ്ഷൻ ഉണ്ടല്ലോ, അവിടെ സെൻഡ് വിത്ത് എഫക്റ്റ് എന്നുള്ള ഒരു സംഭവം ഇല്ലേ, റിയാക്ട് ഉണ്ടല്ലോ, ആ റിയാക്റ്റിൽ പോവാ. റിയാക്റ്റിൽ ക്ലിക്ക്, യെസ്, ഗുഡ്. റിയാക്റ്റിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? നമുക്ക് ആ ഒരു ഹാൻഡ് റൈസിന്റെ ചിഹ്നം കാണാൻ വേണ്ടി പറ്റും. ഓക്കെ, മാഷാ അള്ളാ. അപ്പൊ ഇൻഷാല്ല 3 പേരാണ് നമ്മളുടെ ഇതില് ഹാൻഡ് റൈസ് ചെയ്തിരിക്കുന്നത്. ബാക്കിയുള്ളവർക്ക് എന്താ, എവിടെ പോയി, എന്ത് പറ്റി? നമുക്ക് ഈ ഒരു യാത്രയിൽ നമ്മുടെ ആ ഒരു ലൈഫിനെ കളർഫുൾ ആക്കണമെങ്കിൽ, നമ്മുടെ ആ ലൈഫ് ഒന്ന് ലൂസ് ആകുമ്പോൾ ടൈറ്റൻ ചെയ്യണമെങ്കിൽ നമുക്ക് ആ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് നമുക്ക് വേണ്ടേ? നമുക്ക് ആ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് മുറുകെ പിടിക്കണ്ടേ? ഇൻഷാല്ല. അപ്പൊ ഇവിടെ പറയും എന്ന് പറഞ്ഞിട്ടുണ്ട് സുജീന. ഓക്കെ, വെരി ഗുഡ്. അത് ഇനി പറയുന്നതിനപ്പുറത്തേക്ക് നിങ്ങളത് എഴുതി വെക്കുകയും ശേഷം അത് നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങളുടെ ആ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് നിങ്ങൾ ഡെയിലി എത്ര ടൈമില്ലെങ്കിലും ഒരു 3 എണ്ണം എങ്കിലും ഡെയിലി എഴുതുക. നിങ്ങൾ ഡെയിലി 10 എണ്ണമാണ് എഴുതേണ്ടത്. ഡെയിലി 10 ഗ്രാറ്റിറ്റ്യൂഡ് നിങ്ങൾ എഴുതുകയും അങ്ങനെ അത് 10 ആയിക്കൊണ്ടിരിക്കുക. അതൊരുപാട് ഗ്രാറ്റിറ്റ്യൂഡ് ആവും. അതൊരുപാട് ഗ്രാറ്റിറ്റ്യൂഡായി മാറുമ്പോഴും ആ എഴുതിയതിൽ വെച്ചിട്ട് ഏതെങ്കിലും 10 എണ്ണം നിങ്ങൾ വായിക്കുകയും ചെയ്യുക എന്നുള്ളത്. അപ്പോൾ എഴുതുന്നത് ഡെയിലി ഡിഫറെൻറ്റ് കാര്യങ്ങൾ എഴുതിക്കൊണ്ടേയിരിക്കുക. എഴുതിയതിൽ വെച്ചിട്ട് നിങ്ങൾക്ക് ഇനി എഴുതി എഴുതി കുറേ പേജൊക്കെ ആകുമ്പോൾ നിങ്ങൾ ഫസ്റ്റ് ഇങ്ങനെ തുറക്കുമ്പോൾ നിങ്ങൾക്ക് ഏത് പേജാണോ കിട്ടിയത്, കിട്ടിയ പേജിൽ നിന്ന് നിങ്ങൾക്കൊരു 10 എണ്ണം വായിച്ച് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ആത്മാർത്ഥമായി നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് പറയാവുന്നതാണ്. ഓക്കെ, ഇപ്പം കുറച്ച് ദിവസമായിട്ട് എന്തോ ബ്ലോക്ക് ആവുന്നുണ്ട് അല്ലേ? നിങ്ങളൊന്ന് അൺമ്യൂട്ട് ചെയ്യുക. ബ്ലോക്ക് ആവുന്നുണ്ട് എന്ന് പറഞ്ഞവര്. റുവ. അസ്സലാമലൈക്കും. അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഞാൻ ആയിഷ. ഓക്കെ ഓക്കെ, ഇൻഷാല്ലാ. ഞാൻ എഴുതിക്കൊണ്ടുണ്ടായിരുന്നു ഡെയിലി. ആ, ഡെയിലി ഒരു 10-12 എഴുതാറുണ്ടായിരുന്നു. ഉം, ഇപ്പൊ കുറച്ച് ദിവസം ഒരാഴ്ചയായി. ഉം, ഉം. ഒരാഴ്ച ആ ഒരാഴ്ചയായി.
നല്ല ബ്ലോക്ക് വരുന്നുണ്ട്, എഴുതാനേ പറ്റുന്നില്ല. അതെ, എഴുതുമ്പോ എന്താണ് ആ ബ്ലോക്ക് എന്ന് പറഞ്ഞത്? എന്താണ് ഫീൽ ആവുന്നത്? എഴുതാൻ വരുന്ന സമയത്ത് എന്ത് ഫീൽ ഉണ്ടാവുന്നത്? എഴുതാ വെച്ചാല് ബുക്കൊക്കെ ഞാൻ ടേബിളിൽ തന്നെ വെക്കാറാ. അത് ഞാൻ മുമ്പ് ക്ലാസ്സിലുണ്ടായിരുന്നു വേറെ. അപ്പോ മാം പറഞ്ഞിരുന്നു, മോളെ ക്ലാസ്സിലുണ്ടായിരുന്നു. അപ്പൊ മാം ഇങ്ങനെ ഗ്രാറ്റിറ്റ്യൂഡിന്റെ ക്ലാസ് ഒക്കെ എടുക്കുമ്പോ ആള് പറഞ്ഞിരുന്നു, ഇങ്ങനെ ബുക്ക് കാണുന്ന സ്ഥലത്ത് തന്നെ വെക്കണം, എന്നാൽ നമ്മൾ എഴുതും. ഞാനത് എപ്പോഴും ടേബിളിലാണ് ഉള്ളത്, എന്നാലും എഴുതുന്നില്ല. എഴുതാൻ എന്താന്നറിയില്ല, ഒരു ബ്ലോക്ക്. ഓക്കെ. അപ്പൊ ഇനി ഇപ്പൊ തീരുമാനിക്കാൻ മനസ്സിൽ ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് എഴുതോ ഇല്ലയോ എന്നുള്ളത് ഇപ്പൊ മനസ്സിലൊരു തീരുമാനം എടുക്കുക. ഇൻഷാ അല്ലാ ഇനി മുതൽ എഴുതണം, ഇന്ന് മുതൽ എഴുതണം. അപ്പോ ഇനി ഏത് സമയത്താണ് എഴുതണം എന്ന് ആഗ്രഹിക്കുന്നത്? ഏത് സമയത്താണ്? രാവിലെയാണോ രാത്രിയാണോ എന്നുള്ളൊരു ടൈമും കൂടി ഇപ്പൊ തന്നെ തീരുമാനിക്കൂ. രാവിലെ എഴുതാം. രാവിലെ എഴുതാം. രാവിലെയാണ് ഞാൻ എഴുതിക്കൊണ്ടിരുന്നത്. ഓക്കെ. അപ്പൊ ഇനി രാവിലെ ആകുമ്പോൾ ഇനി ഒരു തീരുമാനം എടുക്കുക. അതിന്റെ കൂടെ ഇപ്പൊ എല്ലാ ദിവസവും നമ്മൾ ഈ ഒരു സെഷനിൽ ഇരിക്കുന്നുണ്ടല്ലോ, ഒന്നുകിൽ ഈ സെഷനിലേക്ക് ഇരിക്കുമ്പോൾ ഫസ്റ്റ്, അതല്ലെങ്കിൽ ഈ സെഷൻ കഴിഞ്ഞ ഉടനെ, ഇതിൽ രണ്ടൊരു സമയത്ത് ഞാൻ ഗ്രാറ്റിറ്റ്യൂഡ് എല്ലാ ദിവസവും എഴുതിയിരിക്കും എന്നൊരു തീരുമാനം എടുക്കുക. ഇൻഷാ അല്ലാ ആ തീരുമാനം ഈ ഒരു സെക്കൻഡിൽ എടുക്കലോട് കൂടിയിട്ട് പകുതി അത് ഓക്കെ ആവും. പിന്നീട് എന്ത് ചെയ്യാം, അത് വർക്ക് ചെയ്യാം. ഓക്കെ, ഇൻഷാ അല്ലാ. ഓക്കെ. ഓക്കെ, അപ്പോൾ അൽഹംദുലില്ലാ. അപ്പോൾ നമുക്ക് പിന്നെ ഏതെങ്കിലും ഒരു സംഭവം നമ്മൾ കണ്ടിന്യൂ ആയി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അത് നമുക്ക് ബ്ലോക്ക് വരും, സ്വാഭാവികമാണ്. നമുക്ക് ഏതെങ്കിലും ചിലപ്പോൾ ഒന്നോ രണ്ടോ ദിവസം നമുക്ക് ഉണ്ടാവില്ല, ഏതെങ്കിലും കാരണം കൊണ്ട് നമുക്കത് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. ഒന്നുകിൽ ശാരീരികമായ ഹെൽത്ത് ഇഷ്യൂ കൊണ്ടോ അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാരണം കൊണ്ടോ നമുക്ക് ചിലപ്പോൾ ഒന്നോ രണ്ടോ ദിവസം അത് നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ ആ ചെയ്യാത്തൊരവസ്ഥയിലേക്ക് നമ്മൾ എത്തുമ്പോൾ എന്ത് ചെയ്യും, അത് വീണ്ടും ചെയ്യാത്തൊരവസ്ഥയിലേക്ക് പോവും. അതിന് ഏത് കാര്യമാണെങ്കിലും, നമ്മളൊരു എക്സസൈസ് ആണെങ്കിലും അങ്ങനെ ഏതാണെങ്കിലും അങ്ങനെ നമുക്കത് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് പോകും. ആ ഒരവസ്ഥയിലേക്ക് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഡെയിലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം നമുക്ക് എത്രമാത്രം ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു സംഭവമായിട്ട് ഒരു ദിവസം നമുക്കത് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ ചെയ്യുന്ന ആ ഒരു ടൈം വരുമല്ലോ, ആ ടൈം വരുന്ന സമയത്ത് അത് കറക്റ്റ് ചെയ്യുന്നതായി മനസ്സിലങ്ങോട്ട് ഇമേജ് ചെയ്യാം. ഒരിക്കലും സ്ഥിരമാക്കാനല്ല കേട്ടോ പറഞ്ഞത്. ഒന്നോ രണ്ടോ ദിവസം നിങ്ങൾക്കത് അത്രയും ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു സാഹചര്യം വരുമ്പോൾ, അത്രയും ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ വരുന്ന സമയത്ത് നിങ്ങൾ അതിലേക്ക് എന്ത് ചെയ്യാം, ആ ഒരു കറക്റ്റ് ടൈം വരുമ്പോൾ നിങ്ങളത് ചിലപ്പോൾ യാത്രയിലായിരിക്കാം, അതല്ലെങ്കിൽ ഹോസ്പിറ്റലിലായിരിക്കാം, അങ്ങനെ ഏതെങ്കിലും നമുക്ക് ആ ഒരു പേനയോ ബുക്കോ എടുക്കാൻ പറ്റാത്ത, അതല്ലെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒരു എക്സസൈസ് ചെയ്യണം എന്ന് പറ്റാത്ത, അങ്ങനെ ഏതാണെങ്കിലും ജസ്റ്റ് എന്ത് ചെയ്യുക, ആ അവസ്ഥ ഒന്ന് മനസ്സിലേക്ക് കൊണ്ടുവരാം. കയ്യിൽ മൊബൈൽ ഫോൺ ഉള്ളതാണെങ്കിൽ നമ്മൾ എവിടെയാണെങ്കിലും നമ്മുടെ കയ്യിൽ എന്തുണ്ടാവും, ഈ ഒരു സാഹചര്യത്തിൽ നമ്മുടെ ഒരു അവയവം പോലെ തന്നെ മൊബൈൽ ഫോൺ നമ്മുടെ കയ്യിൽ കൂടെ ഉണ്ടാവും. അങ്ങനെ ഈ ഒരു മൊബൈൽ ഫോൺ നമ്മുടെ കയ്യിൽ കൂടെ ഉണ്ടാവുന്ന ആ ഒരു സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യുക, മൊബൈൽ എടുത്തിട്ട് ജസ്റ്റ് അതിലേക്കൊന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അതന്നെ ഒരു എക്സസൈസ് ആണെന്ന് വിചാരിക്കുക. ആ ഒരു ടൈമിൽ നിങ്ങളൊരു 4 ചാട്ടം എങ്കിലും വെറുതെ അങ്ങോട്ട് ചാടാം. അപ്പം അങ്ങനെ നിങ്ങളുടെ ബ്രെയിനിന് നിങ്ങൾ അത് ചെയ്തിട്ടുണ്ട് എന്ന് വരുത്തി തീർക്കുന്ന ഒരു മെസ്സേജ് നിങ്ങൾ കൊടുക്കണം. അതല്ല എങ്കിൽ നമ്മുടെ ബ്രെയിനിന് ഒരു സ്വഭാവമുണ്ട്, ബ്രെയിന് കണ്ടിന്യൂ ആയി കിട്ടുന്ന കാര്യങ്ങൾ മാത്രം ബ്രെയിൻ അങ്ങോട്ട് അച്ചീവ് ചെയ്യാൻ നോക്കും. അതിലെവിടെയെങ്കിലും അത് ഒന്നോ രണ്ടോ ദിവസം നമ്മളത് നിർത്തിവെച്ചാൽ പിന്നീട് ബ്രെയിൻ അത് ചെയ്യാൻ വേണ്ടി താല്പര്യപ്പെടില്ല എന്നുള്ളതാണ്. അപ്പം അവിടെ അതുകൊണ്ടാണ് ആ ബ്രെയിനിനെ നമ്മളത് ചെയ്തിട്ടുണ്ട് എന്നുള്ള ഒരു മെസ്സേജ് നമ്മൾ അതോട് കൊടുക്കണം. അങ്ങനെ കൊടുക്കുന്ന സമയത്ത് ബ്രെയിനിൽ ഉണ്ടാവുന്ന ആ ഒരു ന്യൂറോൺ നമുക്കറിയാൻ വേണ്ടി പറ്റും. നമ്മൾ ഓരോ പ്രവർത്തനം എന്ന് പറയുന്നതും ഓരോ ന്യൂറോൺസുകളാണ്. അപ്പോൾ നമ്മൾ ആ ഒരു പ്രവർത്തനം ചെയ്യാത്ത സമയത്ത് ബ്രെയിൻ എന്ത് ചെയ്യുന്നറിയോ, അതിനങ്ങോട്ട് പുറത്ത് കളയും. നമുക്കറിയാൻ വേണ്ടി പറ്റൂല. നമ്മുടെ വീടുകളിൽ ഇപ്പൊ പ്രത്യേകിച്ച് എല്ലാവർക്കും ഫീൽ ചെയ്യാൻ വേണ്ടി പറ്റും, റമദാൻ വരെയാണ്. റമദാൻ വരുന്ന സമയത്ത് നമ്മളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, വീടിനെ മുക്കും മൂലയും ഒക്കെ വൃത്തിയാക്കുന്നുണ്ട്. ആ വൃത്തിയാക്കുന്ന സമയത്ത് നമ്മൾ ഒരുപാട് എത്രയോ കാലമായിട്ട് ആവശ്യമുണ്ടാവും എന്ന് വിചാരിച്ച് വീട്ടിൽ സ്റ്റോക്ക് ചെയ്ത് വെച്ച സാധനങ്ങളൊക്കെ ഈ റമദാൻ വരുമ്പോൾ ഇത് ഇത്രയായി ഇവിടെ വെച്ചിട്ട് ഒരിക്കൽ പോലും നമ്മൾ ഉപയോഗിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളിതിനെ പുറത്തേക്ക് കളയുന്നുണ്ട് അല്ലേ? അതേപോലെ നമ്മുടെ ബ്രെയിനും ഉപയോഗിക്കാത്ത നെർവ്സിനെയൊക്കെ എന്ത് ചെയ്യും, പുറന്തള്ളപ്പെടും. അപ്പൊ ആ ഒരു പുറന്തള്ളപ്പെടുന്ന അവസ്ഥയിലേക്ക് എത്താതിരിക്കണമെങ്കിൽ നമുക്ക് ശീലമായ നമ്മളിൽ എന്നും ഉണ്ടായിരിക്കുന്ന ആ സംഭവങ്ങളെ എല്ലാം നമ്മൾ ഡെയിലി ചെയ്യുന്ന ഒരു ഫീൽസ് നമ്മുടെ ബ്രെയിനിന് നമ്മൾ കൊടുക്കണം. അത്രയും ഒരു പ്രാധാന്യമാണ് നമ്മുടെ ബ്രെയിനെ നമ്മളുടെ ലൈഫുമായി കണക്ട് ചെയ്ത് വഹിച്ചു കൊണ്ടേയിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഇൻഷാ അള്ളാ പിന്നെ
ഒരിക്കലും ബ്ലോക്ക് എന്ന് പറയുന്ന ആ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ ചിന്തിക്കാതിരിക്കുക. ഇത് എന്തൊരു കാരണം കൊണ്ട് ഇന്ന് പറ്റിയിട്ടില്ല എന്ന് നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ പറ്റിയിട്ടില്ല എന്നൊരു മെസ്സേജിനെ ഓവർകം ചെയ്തുകൊണ്ട് നമ്മൾ ആ ഒരു മെസ്സേജ് കൊടുക്കുക. എന്നിട്ട് എത്രയും പെട്ടെന്ന് തന്നെ അതിൻ്റെ തൊട്ടടുത്ത ദിവസം നമ്മൾ ആ ഒരു വർക്ക് ചെയ്യാനുള്ള ഒരു അവസ്ഥയിലേക്ക് നമ്മൾ തിരിച്ചു വരിക എന്നുള്ളതാണ് ഇവിടെ നമുക്ക് ചെയ്യാനുള്ളത്. എന്തായാലും ഇൻഷാ അല്ലാഹ് നമുക്ക് നമ്മുടെ ലൈഫിൽ നമ്മുടെ ശരീരത്തിന്റെ ഒരു പാർട്ട് എന്ന പോലെ തന്നെ ഈ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലിനെ നമുക്ക് മുറുകെ പിടിക്കാൻ വേണ്ടി പറ്റട്ടെ. എത്ര കാലം നമ്മൾ ഈ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് എഴുതണം എന്ന് ചോദിക്കുകയാണെങ്കിൽ എത്ര കാലം നമ്മൾ ഭക്ഷണം കഴിക്കണം എന്ന് ചോദിക്കുന്നതിന് തുല്യമാണ്. അതുകൊണ്ട് നമ്മൾ എത്ര കാലം ഭക്ഷണം കഴിക്കും എന്ന് ചോദിക്കുന്നതിന് അർത്ഥമില്ല എങ്കിൽ എത്ര കാലം ഈ ഗ്രാറ്റിറ്റ്യൂഡ് എഴുതണം എന്ന് ചോദിക്കുന്നതിനും നമ്മുടെ ഇടയിൽ വലിയൊരു പ്രാധാന്യം ഇല്ല എന്നുള്ളതാണ്. ഏവർക്കും എന്നും ഗ്രാറ്റിറ്റ്യൂഡ് എഴുതാൻ പറ്റട്ടെ. നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് എഴുതുന്നവരാണെങ്കിൽ ഈ ഒരു നിമിഷം തന്നെ നിങ്ങൾ ബുക്ക് എടുക്കുക, പേന എടുക്കുക. നിങ്ങൾക്ക് ഇപ്പം കിട്ടിയിരിക്കുന്നതിൽ വെച്ചിട്ട് ഒരു 10 ഗ്രാറ്റിറ്റ്യൂഡ് നിങ്ങൾ ഈ ഒരു സെക്കൻഡ് തന്നെ നിങ്ങളുടെ പുസ്തകത്തിൽ എഴുതാം. ഇൻഷാ അല്ലാഹ് അത് എഴുതിയതിന് ശേഷം നിങ്ങൾ നിങ്ങളുടെ ഫീഡ്ബാക്ക് ഗ്രൂപ്പിൽ, ഡിസ്കഷൻ ഗ്രൂപ്പ് ഉണ്ടല്ലോ, ആ ഗ്രൂപ്പിൽ വന്നിട്ട് എനിക്കുള്ള ഫീഡ്ബാക്കും തന്നിട്ട് നിങ്ങൾ മനോഹരമായിട്ട് നിങ്ങളുടെ കിച്ചണിലേക്ക് പ്രവേശിക്കുക. ഇൻഷാ അല്ലാഹ് അത്രയും തിരക്കുള്ളവർ കിച്ചണിലേക്ക് ഫസ്റ്റ് പോവുക. കുട്ടികളൊക്കെ ഒന്ന് പറഞ്ഞയച്ചതിന് ശേഷം ഒന്ന് വന്നിരിക്കുക, ബുക്ക് എടുക്കുക, ഗ്രാറ്റിറ്റ്യൂഡ് എഴുതുക, ഫീഡ്ബാക്ക് പറയുക. അപ്പൊ നിങ്ങൾ ഈ ഒരു സ്പോട്ടിനത് എഴുതുന്ന സമയത്ത് നിങ്ങൾ ഒരു ഡൗട്ട്. ഓക്കെ പറഞ്ഞു. ഇപ്പൊ നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് എഴുതുമ്പം ഇപ്പൊ നമുക്ക് ചില ദിവസങ്ങളിൽ കണ്ടിന്യൂസ് ആയിട്ട്, അതായത് ഇന്ന് എഴുതിയത് തന്നെ നാളെ എഴുതാൻ, അപ്പൊ നമ്മൾ നേരത്തെ എഴുന്നേൽക്കാൻ പറ്റി എന്നുള്ളതാണെന്നെങ്കിൽ പിറ്റേ ദിവസം അതന്നെ സെയിം തന്നെ എഴുതാൻ പറ്റുമോ? എങ്ങനെയാണ്? ഓഫ് കോഴ്സ്, തീർച്ചയായിട്ടും എല്ലാ ദിവസവും ഓക്കെ. നമ്മൾക്ക് എഴുതി ചേർക്കാൻ വേണ്ടി പറ്റുന്നതാണ് നമുക്ക് രാവിലെ എഴുന്നേൽക്കാൻ പറ്റി എന്നുള്ളത്. കാരണം അത് ഒരു ദിവസം എഴുന്നേൽക്കാൻ പറ്റാത്തപ്പോഴായിരിക്കും നമുക്കതിന്റെ ബുദ്ധിമുട്ട് മനസ്സിലാവുക അല്ലെ. അപ്പൊ അതുകൊണ്ട് നമ്മളെ അങ്ങനെ റിപ്പീറ്റേഷൻ വരുമ്പോ നമുക്കൊരു അങ്ങനെ റിപ്പീറ്റ് ആയിട്ട് തന്നെ സെയിം കാര്യങ്ങൾ വരുമ്പോ ഫീൽ ആവും. റിപ്പീറ്റേഷനിൽ നമുക്കൊന്ന് കൊണ്ടുവരേണ്ടത്, നമ്മൾ എല്ലാ ദിവസവും ചായ കുടിക്കാറില്ലേ? എല്ലാ ദിവസവും നമ്മൾ ബ്രഷ് ചെയ്യാറില്ലേ? എല്ലാ ദിവസവും നമ്മൾ അങ്ങനെ നമ്മളെ പ്രാഥമിക കാര്യങ്ങളൊക്കെ ചെയ്യാറില്ലേ? അത് ഏതെങ്കിലും ഒരു ദിവസം നമ്മൾക്ക് മുടങ്ങിപ്പോയാൽ എത്രമാത്രം ഫീൽ ഉണ്ടാവാറുണ്ട് അല്ലെ? അതുകൊണ്ട് നമ്മുടെ ഗ്രാറ്റിറ്റ്യൂഡ് ജേണലിൽ നമുക്ക് അത്രമാത്രം പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് രാവിലെ നമ്മൾ എഴുന്നേൽക്കുക എന്നുള്ളത് അല്ലെ. അപ്പൊ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ആ ഒരു പ്രഭാതത്തിലുള്ള ആ ഒരു ബർക്ക നമുക്ക് കിട്ടുന്നുണ്ട്, ആ ഒരു ബർക്കത്ത് നമുക്ക് കിട്ടുന്നുണ്ട്. ആ ഒരു ബർക്കത്ത് എല്ലാ ദിവസവും നമുക്ക് കിട്ടുക എന്നുള്ളത് അത്രമാത്രം നമുക്ക് ഡെയിലി എടുക്കാൻ വേണ്ടിയത്. എൻ്റെ ഗ്രാറ്റിറ്റ്യൂഡിന്റെ പുസ്തകത്തിൽ എടുത്ത് നോക്കിയാൽ കാണാം, എല്ലാ ദിവസവും സെയിം സെന്റൻസ് ആയിരിക്കും രാവിലെ എഴുന്നേൽക്കാൻ പറ്റി എന്നുള്ളത്. അപ്പൊ ആ ഒരു സെയിം സെന്റൻസ് എന്നിൽ എല്ലാ ദിവസവും ഉണ്ടാവും. കാരണം ഇല്ല എങ്കിൽ നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ വേണ്ടി പറ്റില്ലല്ലോ. ഇൻഷാ അല്ലാഹ് അതുകൊണ്ട് അത് നമുക്ക് ഫീൽ ചെയ്തുകൊണ്ട് തന്നെ നമ്മളത് എഴുതണം. ആവർത്തന വിരസത ഇല്ലാതെ അത് ഫീൽ ചെയ്തുകൊണ്ട് തന്നെ. അത് ഫീൽ ചെയ്യേണ്ടത് എങ്ങനെയാ വെച്ചാൽ, ഇന്നത്തെ ദിവസം എനിക്ക് എഴുന്നേൽക്കാൻ പറ്റിയിട്ടില്ലായിരുന്നെങ്കിൽ, ഇന്ന് ഈ രാത്രി കിടന്ന് എഴുന്നേൽക്കാൻ പറ്റാത്ത എത്ര പേര് ഇന്നും ഇവിടെ ജീവിക്കുന്നുണ്ടല്ലേ? ആ ഒരു വ്യക്തി ഞാൻ ആയില്ലല്ലോ എന്നോർത്ത് ഫീൽ ചെയ്തുകൊണ്ടായിരിക്കണം നമ്മൾ ആ ഒരു വേർഡ്സ് എഴുതേണ്ടത്. ഓക്കെ അല്ലേ? ഓക്കെ മിസ്, താങ്ക് യു. ഓക്കെ ഇൻഷാ അല്ലാഹ്. അപ്പൊ നമുക്ക് ആ ഒരു ഗ്രാറ്റിറ്റ്യൂഡിനെ മുറുകെ പിടിക്കാൻ വേണ്ടി നമുക്ക് ഏവർക്കും പറ്റട്ടെ. ഇപ്പൊ പറഞ്ഞതുപോലെ തന്നെ നിങ്ങളുടെ ഫീഡ്ബാക്സ് നിങ്ങളുടെ ഗ്രൂപ്പുകളിൽ അറിയിക്കുക. ഇൻഷാ അല്ലാഹ് ഗ്രൂപ്പ് നിങ്ങൾ ആക്റ്റീവ് ആയിരിക്കുക, നിങ്ങൾ അകലം പാലിക്കരുത്. നിങ്ങൾ ഓരോരുത്തരും ആ ഒരു ഗ്രൂപ്പിൽ ഉണ്ടാകുമ്പോൾ ഒരു ക്ലാസ് റൂമിൽ എന്നുള്ളത് പോലെ നിങ്ങൾ പരസ്പരം സൗഹൃദം പങ്കിടാനും നിങ്ങളുടെ വിശേഷങ്ങൾ പറയാനും, രാവിലെ എന്താ കഴിച്ചത്, അങ്ങനെയൊക്കെയുള്ള നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ പറയാനൊക്കെ നിങ്ങൾക്ക് ആ ഗ്രൂപ്പിനെ ഉപയോഗപ്പെടുത്താം. നിങ്ങൾ ആക്റ്റീവ് ആയിരിക്കുക ഇൻഷാ അല്ലാഹ്. അതിനോടൊപ്പം നിങ്ങൾക്ക് കിട്ടിയ ഫീഡ്ബാക്സുകൾ, നിങ്ങൾക്ക് കിട്ടിയ ടേക്ക് അവേസ് എല്ലാം നിങ്ങൾക്ക് ആ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാം. ഇതുപോലെ ഈ ഒരു ജേണിയിലേക്ക് വന്നിട്ട് നിങ്ങളുടെ ലൈഫിലുണ്ടായ മാറ്റങ്ങൾ നിങ്ങൾക്ക് അവിടെ ഷെയർ ചെയ്യാം. അവിടെയൊക്കെ നിങ്ങൾ ആ ഗ്രൂപ്പിനെ ആക്റ്റീവ് ആക്കി വെക്കാം. ഓക്കെ, ആ ഗ്രൂപ്പ് നിങ്ങൾക്കുള്ളതാണ്, നിങ്ങളുടെ വളർച്ചയ്ക്കുള്ളതാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ അല്ലേ? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എനിക്ക് വളരെ സന്തോഷമായിട്ടുണ്ട് കേട്ടോ, രണ്ടുപേര് പ്രതികരിച്ചു. ഇങ്ങനെ നിങ്ങൾ നിങ്ങളുടെ ഡൗട്ടൊക്കെ ചോദിച്ച് പ്രതികരിച്ച് പോകുമ്പോൾ നമുക്കൊരു എനർജി ഉണ്ടാവും. നിങ്ങൾക്ക് തന്നെ ചിലപ്പോൾ എന്നെ കാണുന്നുണ്ടാവും, ഇന്ന് എൻ്റെ മുഖത്ത് എല്ലാ ദിവസവും ഇല്ലാത്തൊരു പ്രസന്നത കൂടുതലുണ്ടാവും. അതല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ അവിടുന്ന് പറയാം, നിങ്ങൾ അവിടെ ഇങ്ങനെ ഇരുന്ന് കേൾക്കുക, ഒരു പ്രതികരണം ഇല്ലാത്തപ്പോൾ. അപ്പം അൽഹംദുലില്ലാഹ് നന്നായിട്ട് റിയാക്ട് ചെയ്തതുപോലെ തന്നെ ഇൻഷാ അല്ലാഹ്. ഓക്കെ, അപ്പോൾ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി